ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് ട്രിപ്പ് പോയാലോ? അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, എൻജോയ് ചെയ്യാൻ ട്രിപ്പ് തന്നെ വേണം. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലൊരു ഫാമിലി ട്രിപ്പാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാവിലെ 1 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു, കാരണം 3 മണിക്ക് ബസ് എടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പിങ്ക് ആയിട്ടുള്ള ടോപ്പും അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഷർട്ടും ആണുള്ളത്. അതേപോലെ തന്നെ വൈറ്റ് പാൻറ്റും ഉണ്ട്. പിന്നെ മേക്കപ്പ് എന്ന് പറയാൻ കാര്യമായിട്ട് ഒന്നും ഇട്ടിട്ടില്ല. അതേപോലെ ബ്ലഷും പൗഡറും ഐലൈനറും അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്കുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണിറ്റൈൽ എന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈലാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ മതി. കുറേ കല്യാണത്തിന് പോകുന്ന പോലെ അങ്ങനെ ഇങ്ങനെ കുത്തണ്ട. അപ്പോൾ ഇവിടെ സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. ആൻഡ് ഇതായിരുന്നു നമ്മൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ ബസ് ഹണ്ടർ. അപ്പോൾ ആ ബസ്സിൻ്റെ പേര് ഹണ്ടർ എന്നായിരുന്നു. അപ്പോൾ ബസ്സിനുള്ളിൽ കയറാൻ എനിക്ക് എല്ലാവർക്കും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, കാരണം രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഭയങ്കര റെസ്റ്റ് വേണ്ടി. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ കുറേ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല. പിന്നെ ഒരു ചായയും ലാസ്റ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ എല്ലാവരും അങ്ങനെ ഡാൻസൊന്നും കളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി, കാരണം ഫുഡ് കഴിക്കണ്ടേ. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ബസ്സിൻ്റെ ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നുണ്ടായിരുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ മാം. ഓക്കെ, അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോട്ടിന് അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, കാരണം കുറച്ച് സമയം എടുക്കില്ല ഇങ്ങോട്ട് വരണമെങ്കിലും. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇതായിരുന്നു അതിൻ്റെ ഇൻസൈഡ് വ്യൂ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഹൗസ് ബോട്ടിലൊക്കെ കയറുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ തന്നെ നമുക്ക് ലഞ്ചും സ്നാക്സും ഒക്കെ തരും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കോൾഡായിട്ടുള്ള ലെമണേഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഡ്രൈവിംഗ് സീറ്റ്, ഒരു ഡ്രൈവറിൻ്റെ സീറ്റിനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ടോപ്പ് വ്യൂ ആണ്. നമ്മളുടെ ഹൗസ് ബോട്ടിൻ്റെ മേലെ ഭാഗമാണ്. അവിടെ കുറേ സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസും റീൽസും അതേപോലെ ഞങ്ങൾ കൂടുതൽ ടൈം അവിടെ നിന്നാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഗൈസ്, നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. ആൻഡ് ദിസ് ഇസ് അവർ ബോട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കായലിൻ്റെ നടുവിലൊക്കെ എത്തിയപ്പോൾ ഫുൾ ഹൗസ് ബോട്ടായിരുന്നു. നമ്മളുടെ സറൗണ്ടിങ് ഫുൾ ഹൗസ് ബോട്ടൊന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു ഗൈസ്. അതേപോലെ തന്നെ ഈ ഒരു കനാലിൻ്റെ നടുവിൽ ഇതേപോലെ കുറച്ച് ലീവ്സൊക്കെ ഉണ്ടായിരുന്നു, ലീവ്സും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലും ഇതേപോലെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ പുറത്തേക്കൊക്കെ നോക്കി നല്ല വൈബാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേലത്തെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ സമയം അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് ഇതേപോലെ ഫുൾ വ്യൂ ആയി കാണാത്തവർ വേണമെങ്കിൽ കണ്ടോളൂ. ഇതേപോലെ നമ്മളുടെ ബോട്ട് ഉണ്ടായിരുന്നതല്ല ഉള്ളത്. ആൻഡ് ഞങ്ങൾ കൂടുതലും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലഞ്ച് എന്ന് പറയുന്നത് കരിമീൻ ഫ്രൈയും പപ്പടവും എന്തൊക്കെയും ഉണ്ടായിരുന്നു. ചിക്കൻ വരെ ഉണ്ടായിരുന്നു, കാരണം കരിമീനൊക്കെ ഉണ്ടാവും. ഓക്കെ, 7 മണിയായപ്പോൾ നമ്മൾ തിരികെ ബസ്സിൽ തന്നെ കയറി. നമ്മളുടെ ജേണി അവസാനിച്ചു. ഇനി അടുത്ത് ബസ് ജേണി ആവാം. പിന്നെ ഞങ്ങൾ ഫുൾ DJ ആയിരുന്നു ഗൈസ്. എൻ്റെ ഉമ്മ അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം ലുലു മാൾ ആണ്, കാരണം ഞങ്ങൾ നേരെ മെട്രോയിൽ പോവുകയാണ് ഗൈസ് ലുലു മാളിലേക്ക്. ഇതിൻ്റെ സെക്കൻഡ് ടൈമാണ് നമ്മൾ ഇതേപോലെ ലുലു മാളിലും മെട്രോയിലൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എനിക്ക് മെട്രോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ലുലു മാൾ കയറാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ലുലു മാൾ. അപ്പോൾ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കറങ്ങുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി, കാരണം ഒന്ന് ഷോപ്പ് ചെയ്യാച്ച്. അതേപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഇതേപോലെ ഇതേപോലത്തെ പാർക്ക് ഏരിയാസാണത്, പ്ലേയിങ് ഏരിയാസാണ്. എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ 3 മണിക്കൂർ അവിടെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി. അവിടെ നിന്ന് കുറച്ച് DJ ഒക്കെ ഇട്ടിട്ട് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.